കഴിഞ്ഞ കുറെ നാളുകളായി നീ പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ പേരിന് മാത്രം നേർച്ചക്കാഴ്ചകൾ സമർപ്പിച്ച് നീ പ്രഭുവിനെ ദേഷ്യത്തിലാക്കിയിരിക്കണോ? നീ നിന്റെ തെറ്റ് തിരുത്തിയില്ലെങ്കിൽ നിന്റെ കച്ചവടം ഈ ചെറിയ ചെപ്പ് പോലെ ഈ ചെറിയ ചെപ്പ് പോലെ ചുരുങ്ങിപ്പോകും. എന്നോട് ക്ഷമിക്കൂ പ്രഭു. ഞാൻ എത്രയും വേഗം പള്ളിയിലെ നേർച്ചപ്പെട്ടിയിൽ ധാരാളം നേർച്ചക്കാഴ്ചകൾ സമർപ്പിച്ച് എന്റെ തെറ്റ് തിരുത്തിക്കോളാം. വേഗം എഴുന്നേക്ക്, ഇത് പിടിക്ക്, പോയിക്കോ, ഇവിടുന്ന് പോയിക്കോ, പോയിക്കോ. ഇനി താങ്കൾ വന്നാലും പ്രഭു. എഴുന്നേക്ക്, ചെല്ല, സന്തോഷമായിട്ടിരിക്കെ. ഇനി താങ്കൾ വന്നാലും പോയിക്കോ. സന്തോഷായിരിക്കെ. വാമോനെ വന്നെടുക്ക്. ഇതെന്ത് പറ്റി ഗുരു? എന്റെ കയ്യിലൊന്നും കിട്ടുന്നില്ലല്ലോ. ദൈവത്തിന് എനിക്ക് തരാൻ ഒരു സന്ദേശവും ഇല്ലേ? നീ വിഷമിക്കാതെ സമാധാനമായിരിക്കെ. നീ നിന്റെ കണ്ണുകൾ അടച്ചുപിടിച്ച് നീ സ്വയം പ്രഭുവിനായി സമർപ്പിക്കൂ. ഇരിക്കെ. എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നവൻ നിന്നെയും കേൾക്കും. നിന്റെ കണ്ണുകൾ അടച്ചു തന്നെ പിടിക്കണം, കേട്ടോ? അതെന്താണെന്നോ, ചിലപ്പോഴൊക്കെ പ്രഭു തന്റെ ഭക്തന്മാരെ പരീക്ഷിക്കാറുണ്ട്. അദ്ദേഹം എന്ത് സന്ദേശമാണോ നൽകുന്നത് അതിനുവേണ്ടി ഭക്തന്മാർ എടുക്കുന്ന പരിശ്രമം എത്രയാണെന്നറിയാൻ. മനസ്സിലായോ? ഇതൊക്കെ പ്രഭുവിന്റെ മായകളാണ്. കണ്ണു തുറന്ന് ആ കൂട മറിച്ചിട്. ചിലപ്പോൾ പ്രഭു എന്തെങ്കിലും സന്ദേശം നൽകിയിട്ടുണ്ടാകാം. ദൈവം വളരെ വലിയവനാണ്. കത്തി? എന്താണ് ഗുരു? കത്തിയാണ്. ദൈവം നിന്നെ അവന്റെ ഏറ്റവും വലിയ അർത്ഥപൂർണമായ കാര്യത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രഭോ, നിന്റെ മായ എന്തത്ഭുതമായിരിക്കുന്നു. ദൈവം പറയുന്നത് നിന്റെ ജീവിതത്തിൽ കുറെ വർഷങ്ങളായി അന്യായങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാ. ആദ്യം നിന്റെ ഭാര്യ പോയി, പിന്നെ നിന്റെ സമ്പത്ത് നശിച്ചു, ഇപ്പോൾ നിന്റെ മനസ്സിന്റെ സമാധാനവും എല്ലാം. നോക്ക്, നിന്റെ ജീവിതത്തിൽ വീണ്ടും സമാധാനം തിരിച്ചുവരും. ആ സന്തോഷങ്ങളെല്ലാം വീണ്ടും തിരിച്ചുവരും. പക്ഷെ അതിനായി നിനക്ക് നിന്റെ പ്രവർത്തനത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കണം. പക്ഷേ ഗുരു, അതിനായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നീ പ്രഭുവിനെ ഏത് കാര്യത്തിലാണോ ബുദ്ധിമുട്ടിച്ചിരുന്നത് അത് നീ എത്രയും വേഗം തീർത്താൽ മതിയാകും. ദൈവത്തെ ബുദ്ധിമുട്ടിച്ചെന്നോ? ആരായിരിക്കും അത്? എന്തായിരിക്കും ചെയ്തത്? അങ്ങ് പരമപിതാവാണെങ്കിൽ അങ്ങ് തന്നെ എന്നോട് പറഞ്ഞാലും എന്റെ മനസ്സിൽ എന്താണുള്ളതെന്ന്. ദൈവത്തോടും ഇങ്ങനെയൊക്കെയാണോ നീ സംസാരിക്കുന്നത്? അതേ ഗുരു, ആ യേശു. യേശു? മന്നു, അല്ല യേശു, നീ എന്താ ഇവിടെ? നീ ഇത്രയും വേഗം തിരിച്ചു വന്നില്ലേ? അതുകൊണ്ട് നിനക്ക് അമ്മയുണ്ടാക്കിയ പായസം കുടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനത് നിനക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാ, നീ കഴിക്കൂ.
യേശു യേശു അവൻ തന്നെയാണ് കുറെ നാളുകളായി ദൈവത്തെ വിഷമിപ്പിച്ചത്. അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഉള്ളിലും അവന്റെ ഉള്ളിലും ദൈവം വസിക്കുന്നുണ്ടെന്നല്ലേ? ഇങ്ങനെയല്ലേ അവൻ പറഞ്ഞത്? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ യേശുവിനെ കൊല്ലണമെന്നാണോ? അതുകൊണ്ടാണോ മറ്റാളുകളുടെ എല്ലാം കയ്യിൽ വേറെ സാധനങ്ങളും എന്റെ കയ്യിൽ കത്തിയും വന്നത്? പക്ഷെ ഗുരു, എനിക്കെങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? വീട്ടി എന്നെ സംശയിക്കുന്നു നീ? അല്ല ഗുരുവേ, നീ മറന്നുപോയോ? ഞാനല്ലേ നിന്നോട് പറഞ്ഞത് ദൈവത്തെ സേവിക്കാൻ? നീ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി നിന്റെ സമയം പാഴാക്കി കളയല്ലായിരുന്നോ? അതുകൊണ്ടാണ് നിന്റെ ഭാര്യ രോഗം വന്ന് മരിച്ചത്. നീ ഇപ്പോഴും ദൈവത്തെ സേവിക്കാൻ മടിക്കുന്നു. നിനക്കെന്താ, നിന്റെ ഭാര്യയെ പോലെ നിന്റെ മകനും നിന്റെ കർമ്മഫലം അനുഭവിക്കണമെന്നാണോ ആഗ്രഹം? വേണ്ട, അത് വേണ്ട ഗുരുവേ. അങ്ങനോട് ക്ഷമിച്ചാലും ഞാൻ അങ്ങയെ സേവിച്ചുകൊള്ളാം. അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഇന്ന് രാവിലെ ഞാൻ ധ്യാനിച്ചിരിക്കുമ്പോൾ എനിക്ക് എന്റെ ഭാര്യയുടെ സ്വരം കേൾക്കാൻ കഴിഞ്ഞു. അവൾ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, പ്രവൃത്തി നന്നായാൽ എല്ലാം നന്നാവുമെന്ന്. ദൈവത്തെ സേവിച്ചാൽ തീർച്ചയായും ഫലം ലഭിക്കും. എനിക്ക് ധനം, സമ്പത്ത്, സുഖം, സമാധാനം എല്ലാം കിട്ടും. അല്ലല്ല, ആദ്യം കർമ്മം, പിന്നെയാണ് ഫലം കാക്ഷിക്കേണ്ടത്. നിന്റെ ശ്രദ്ധ ഇപ്പോൾ യേശുവിൽ മാത്രമായിരിക്കണം. ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ സഹായം കൂടാതെ തന്നെ നിനക്ക് മനസ്സുകളിൽ വിഷം നിറയ്ക്കാൻ അറിയാം റബ്ബി ഗുരു. നീ വലിയവനാണ് റബ്ബി ഗുരു. അതിനേക്കാൾ വലുതാണ് നീ യേശുവിനെ നിന്റെ മാർഗത്തിൽ നിന്നും തുടച്ചു നീക്കാനുള്ള നിന്റെ ആലോചന. ഈ കളിപ്പാട്ടം നിന്റെ അച്ഛനുണ്ടാക്കിയതാണോ? വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയതാണ്. ഇപ്പോ അച്ഛൻ ചെയ്യുന്നതൊക്കെ റബ്ബി ഗുരു പറയുന്നത് മാത്രമാണ്. അച്ഛൻ വിചാരിക്കുന്നത് റബ്ബി ഗുരുവിനോട് ഭക്തി ഉണ്ടായാൽ എല്ലാ കാര്യങ്ങളും ശരിയാകുമെന്നാണ്. റബ്ബി ഗുരുവേ, ആരങ്ങയെ അപമാനിച്ചാലും ശരി, അവർക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തിരിക്കും. യേശു എന്ന് പേരുള്ള ഈ തടസ്സം ഞാൻ എടുത്തു മാറ്റിയിരിക്കും. വളരെ നന്നായി. ചെല്ല്, യേശു നിന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അച്ഛനുണ്ടാക്കിയ വേറെയും കളിപ്പാട്ടങ്ങളുണ്ട്. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് കാണണോ? യേശു ദൈവത്തെയാണ് അപമാനിച്ചത്, റബ്ബി ഗുരുവിനെയാണ് അപമാനിച്ചത്. എന്ത് വില കൊടുത്തും അവനെ ഇല്ലാതാക്കണം. കർമ്മം ചെയ്താൽ ഫലം കിട്ടും. ഞാൻ യേശു എന്ന തടസ്സം ഉറപ്പായും നീക്കിയിരിക്കും. അപ്പോൾ ദൈവം അതിനുള്ള ഫലം തരും. എന്റെ അച്ഛന് കളിപ്പാട്ടം ഉണ്ടാക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. ഓരോ കളിപ്പാട്ടവും മണിക്കൂറുകൾ എടുത്താണ് ഉണ്ടാക്കിയിരുന്നത്. ചിലപ്പോഴൊക്കെ രാത്രി മുഴുവൻ ജോലി ചെയ്യുമായിരുന്നു. എങ്കിലും അച്ഛന്റെ മുഖത്ത് ക്ഷീണമായിരുന്നില്ല, സന്തോഷമാണ് ഉണ്ടായിരുന്നത്.
വളരെ മനോഹരമായ കളിപ്പാട്ടങ്ങളാണ് മന്നു. ഞാനിതുവരെ ഇത്രയും നല്ല കരവിരുത് കണ്ടിട്ടേ ഇല്ല. എന്റെ അച്ഛൻ വളരെ പ്രശസ്തനാണ്, അതായത് ആയിരുന്നു. സമീപമുള്ള എല്ലാ ഗ്രാമവാസികളും അദ്ദേഹത്തെ കളിപ്പാട്ടക്കാരൻ എന്നാണ് വിളിച്ചിരുന്നത്. പിന്നെ നിനക്കറിയാമോ, അച്ഛനെ കാണുമ്പോൾ തന്നെ എല്ലാ കുട്ടികൾക്കും വളരെ സന്തോഷമായിരുന്നു. പക്ഷെ അമ്മ പോയതിൽ പിന്നെ എല്ലാം മാറിപ്പോയി. അച്ഛൻ റബ്ബി ഗുരുവിനോടുള്ള ഭക്തിയിൽ മുഴുകിയിരിക്കുന്നത് കാരണം അച്ഛനുണ്ടാക്കിയ എല്ലാ കളിപ്പാട്ടങ്ങളും ആ പെട്ടിയിൽ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇത്രയും നല്ല കരവിരുത് പരമപിതാവിന്റെ അനുഗ്രഹം തന്നെയാണ്. പിന്നെ എന്തിനാണത് ഉപേക്ഷിക്കുന്നത്? കുട്ടികളെ, നേരം വളരെ വൈകി. നിങ്ങളൊന്ന് പോയി നോക്കൂ യേശു എവിടെയാണെന്ന്. ശരി ചെറിയമ്മേ. മന്നു, നീ പുറത്തേക്ക് പോ. എനിക്കിവനോട് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം. അച്ഛാ, യേശു ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാണ്. ചെല്ല്. എനിക്കറിയാം അങ്ങേക്ക് എന്നോട് ദേഷ്യമാണെന്ന്. കേൾക്കരുത്. ഇവൻ പറയുന്നതൊന്നും നീ കേൾക്കരുത്. ചെല്ല്. എന്നെ വിശ്വസിക്ക. എനിക്ക് റബ്ബി ഗുരുവിനോട് അനാദരവ് കാണിക്കാനോ അപമാനിക്കാനോ യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു. എന്തായാലും അങ്ങിവിടെ വന്നത് നന്നായി. എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയണമായിരുന്നു. എന്ത് സുന്ദരമായ കളിപ്പാട്ടമാണ് ഇത്. കാണുമ്പോൾ തന്നെ ദൈവദൂതനെ ഓർമ്മ വരുന്നു. നിന്റെ ഈ പൊട്ടത്തരം നിർത്ത്. ദൈവദൂതൻ കഥകളിൽ മാത്രമാണുള്ളത്, സത്യത്തിലില്ല. അല്ല, ശരിക്കുമുണ്ട്. എന്റെ അമ്മ ഒരിക്കലും കള്ളം പറയില്ല. നീയും റബ്ബി ഗുരുവും എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ദൈവത്തിന്റെ പുത്രൻ തിന്മയുടെ മേൽ നന്മയുടെ വിജയം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു. അങ്ങയുടെ മേൽ പരമപിതാവിന്റെ അനുഗ്രഹമുണ്ട്. അതാണ് അങ്ങയുടെ കരങ്ങൾക്ക് ഇത്രയും മനോഹരമായ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞുപോയ കാര്യമാണ്. ആ അധ്യായം ഞാൻ പണ്ടേ അടച്ചു കഴിഞ്ഞു.
മന്നു എന്നോട് പറഞ്ഞു, അങ്ങയുടെ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് സന്തോഷമാകുമായിരുന്നു എന്ന്. പിന്നെ എന്റെ അമ്മ പറഞ്ഞത് സന്തോഷം പകരുന്നവരെ പരമപിതാവ് ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്നെന്നാണ്. അങ്ങയും അങ്ങയുടെ കഴിവിനെയും പരമപിതാവ് അനുഗ്രഹിച്ചിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് അങ്ങ് ഈ കളിപ്പാട്ടം ഉണ്ടാക്കുന്നത് നിർത്തിയത്? നീ ഇവിടെ നിന്ന് പൊയ്ക്കോ. ഓ, ഞാൻ എന്തായാലും പോകും. പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് എനിക്ക്. വ്യവസ്ഥയോ? ഇന്ന് വൈകുന്നേരം വരെ ഞാൻ അങ്ങയോടൊപ്പം ഉണ്ടാകും. അങ്ങ് എന്തൊക്കെ പറയുന്നോ അതൊക്കെ ഞാൻ ചെയ്യും. എന്നിട്ടും എനിക്ക് അങ്ങേ കളിപ്പാട്ടം ഉണ്ടാക്കുന്നതിനായി പ്രേരിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങ് എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ ഞാൻ സമ്മതിക്കാം. ലോകത്തിൽ ഒരു ശക്തിക്കും വീണ്ടും എന്നെ കളിപ്പാട്ടം ഉണ്ടാക്കാൻ നിർബന്ധിക്കാനാവില്ല. ഈ പയ്യൻ സ്വയം കുഴികുഴിക്കുകയാണ്. ഞാൻ ഇവനെ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ പുറത്താക്കും. അങ്ങനെ റബ്ബി ഗുരുവിന്റെയും ദൈവത്തിന്റെയും രണ്ടുപേരുടെയും ഇഷ്ടം നടക്കും. ഞാൻ നിന്റെ വ്യവസ്ഥ അംഗീകരിക്കുന്നു. ഈ കഥ അവസാനിച്ചെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. ഇല്ല, ഈ കഥ ഇതുവരെയും അവസാനിച്ചിട്ടില്ല. നീ പറഞ്ഞത് വളരെ സത്യമാണ് സാന്താനെ. കഥ തുടങ്ങിയിട്ടേ ഉള്ളൂ. കണ്ടുകൊണ്ടിരിക്കൂ. യേശുവിന്റെ കരുണ എങ്ങനെയാണ് ഈ കളിപ്പാട്ടക്കാരന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റുന്നതെന്ന്. ഇനി അധിക നാളത്തേക്ക് അങ്ങയുടെ ഉപകരണങ്ങൾ ഈ പെട്ടിയിൽ അടഞ്ഞിരിക്കില്ല. എന്തു പറ്റി യേശു? അച്ഛൻ ഒത്തിരി വഴക്ക് പറഞ്ഞോ? വിഷമിക്കാതിരിക്കും മന്നു, ഒരു കുഴപ്പമില്ല. നീ എനിക്കൊരു സഹായം ചെയ്തു തരണം. എന്തു സഹായമാണ് യേശു ജ്യേഷ്ഠ? പോകുന്ന വഴി പറഞ്ഞു തരാം. നമ്മൾ എല്ലാരും ചേർന്ന് വേണം ഈ ജോലി വേഗം പൂർത്തിയാക്കാൻ. ആ, അത് ശരി. അപ്പൊ നിങ്ങൾക്കിപ്പോ വേണ്ടത് ഞങ്ങൾ രണ്ടുപേരും ഈ പണിപ്പുര വിട്ട് പോണം അല്ലെ? എന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും അറിയാതെ കുറച്ചു കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്, അതല്ലേ? ശരി, ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഞാനത് പറഞ്ഞാൽ അതിൽ എന്ത് രസമാണുള്ളത് ചെറിയച്ഛ? ഹാ, എനിക്ക് പറയാനാകില്ല എന്ത് ജോലിയാണെന്ന്. പക്ഷെ ജോലിയുണ്ട്. യേശു ജ്യേഷ്ഠൻ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് ജ്യേഷ്ഠനെ സഹായിക്കണം. ഇന്ന് യേശു ജ്യേഷ്ഠന്റെ ജന്മദിനമല്ലേ, പറ്റില്ലെന്ന് പറയാനുമാകില്ലല്ലോ. ശരി, നിങ്ങൾ കുറച്ചു നേരത്തേക്ക് ഈ പണിപ്പുര ഉപയോഗിച്ചോളൂ. പക്ഷെ ആയുധങ്ങൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഈ ഒരു കാര്യം ഓർമ്മ കാണുമല്ലോ അല്ലേ? യേശുവിന്റെ ജന്മദിനത്തിൽ ഏറ്റവും നന്നായി പെരുമാറുന്നത് ആരാണോ ആ കുട്ടിക്കൊരു സമ്മാനമുണ്ടെന്ന്. ഞാൻ യേശുവിനെ സഹായിക്കും. ചെല്ല്, തുടങ്ങിക്കോ. ആ, വരൂ വരൂ. ചെല്ല്. എന്ത് സമ്മാനമായി എന്റെ മകന് കൊടുക്കാൻ പോകുന്നത്? ആഹാ, സമ്മാനം കിട്ടാൻ പോകുന്നത് ആർക്കാണെന്ന് ഇതുവരെ അറിയില്ല. അതിനു മുമ്പ് നീ അങ്ങ് തീരുമാനിച്ചോ?